This is me RJ Anna on Radio Natal 107.8 FM. Meet the Gifted ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരാളല്ല, പകരം രണ്ടുപേരാണ് ചേരുന്നത് കേട്ടോ. ഒരു കെട്ടിയോനും കിട്ടിയോളൂ. സ്വാഗതം ചെയ്യാം ഗൗതം വിൻസെന്റ് ആൻഡ് സോണി മോഹൻ. ഹലോ. ഹായ്, താങ്ക് യു. മലയാളം ആക്ട്രസ് സ്വാസികയുടെ വെഡിംഗ് സോങ് ആയ ശ്വാസമായി എന്ന ഗാനം രചിച്ചത് ഗൗതമിന്റെ അമ്മയും കമ്പോസ് ചെയ്തത് ഗൗതമും ആലപിച്ചത് സോണിയും ഒപ്പം സ്റ്റാർ സിംഗർ സീസൺ 8ന്റെ വിന്നറും ആയ ഋതു കൃഷ്ണനുമായിരുന്നു. എങ്ങനെയാണ് ശ്വാസമായി എന്ന പാട്ടിലേക്ക് എത്തിപ്പെടുന്നത്? ഇതിങ്ങനെ ശ്വാസികമായിട്ട് കവേഴ്സ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ ഇതുപോലെ എന്റെ കല്യാണമാണ്, നമുക്കൊരു കവർ അങ്ങനെ കല്യാണത്തിന് വേണ്ടി സ്പെഷ്യൽ സംഭവം ചെയ്യാന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നമുക്കൊരു ഒറിജിനൽ ചെയ്താലോ. അപ്പം എന്റെ കല്യാണത്തിന് ഞങ്ങളൊരു പാട്ട് ഒറിജിനൽ ചെയ്തായിരുന്നു. അപ്പൊ അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതുപോലെ ഒരെണ്ണം ചെയ്യാന്നുള്ളൊരു മൈൻഡിലോട്ട് എത്തി. അങ്ങനെ അമ്മയോട് എഴുതാൻ പറഞ്ഞു. അമ്മ എഴുതിയപ്പോ ഈ ശ്വാസിക എന്നുള്ള വാക്കിന്റെ ശ്വാസമായി എന്നുള്ളൊരു സംഭവം ഒക്കെ കൊണ്ടുവന്ന് ചെയ്ത് ആള് ഭയങ്കര എക്സൈറ്റഡ് ആയി. അങ്ങനെ ഞങ്ങളത് എക്സിക്യൂട്ട് ചെയ്യുമായിരുന്നു. നമുക്ക് ഇനി സോണി മോഹനിലേക്ക് പോകാം. സോണി എന്ന് പറയുന്നത് ഒരു പ്ലേ ബാക്ക് സിംഗർ ആണ്. എസ്പെഷ്യലി എടുത്തു പറയാനാണെങ്കിൽ നമ്മുടെ സോണി ഡെബ്യൂ സോങ് ചെയ്തത് 4 years എന്ന മലയാളം മൂവിയിലെ എൻ കനവിൽ എന്ന് പറയുന്ന ആ ഒരു പാട്ടിലൂടെയാണ്. 4 yearsൽ 3 പാട്ട് പാടിയിട്ടാണ് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്കുള്ളൊരു അരങ്ങേറ്റം. ഒരു മ്യൂസിക് കമ്പോസറും പ്ലേ ബാക്ക് സിംഗറും എങ്ങനെയാണ് ഒന്നിച്ചത്? ഞങ്ങൾ മ്യൂസിക്കലി വളരെയധികം മടുത്തു. അപ്പൊ അങ്ങനെ തന്നെ ഒരേ കരിയറിലുള്ള ഒരേ ദിശയിൽ പോകുന്ന ആൾക്കാരാകുമ്പോൾ കുറച്ചും കൂടെ നന്നാവും തോന്നി. സോ അങ്ങനെ അതങ്ങ് സംഭവിച്ചു.